ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. പാളയം മാർക്കറ്റിലെ കച്ചവടക്കാരെ കല്ലുത്താൻ കടവിലേക്ക് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതോടെ തെരുവോട്ട കച്ചവടക്കാരടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എതിർപ്പുമായി രംഗത്ത് വരാനുള്ള കാരണം? അതായത് ഈ മാർക്കറ്റ് ഇത് കുറെ ആയി എടുത്ത് കുറെ ആയി നടക്കുന്നത്. അപ്പോൾ ഇതിൽ കുറെ തൊഴിലാളികളുണ്ട്, ആയിരക്കണക്കിന് പീഡിയക്കാരുണ്ട്, ആയിരക്കണക്കിന് വണ്ടിക്കാരുണ്ട്, കുറെ തൊഴിലാളികൾ തന്നെ. ഇവരേതെല്ലാം ഈ മാർക്കറ്റ് കല്ലത്താങ്കടവിലേക്ക് പോയാൽ അവിടെ സൗകര്യമില്ല, ഒന്നുമില്ല. ഇത് പ്രതികരിക്കാൻ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വന്നാലേ നമുക്ക് ഇതിനൊരു സപ്പോർട്ട് കിട്ടുള്ളൂ. പിന്നെ അതുമല്ല, ഇത്രയും പീഡിയക്കാർ പൽസക്കും ബ്ലേഡിനും ഇതിൽ വാങ്ങിയിട്ട് കച്ചവടം ചെയ്യാണ്. അത് നിർത്താനും വേണ്ടിയിട്ടാണ് ഇവര് പ്രതികരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞോളൂ. എനിക്ക് പറഞ്ഞാലെന്ന് വെച്ചാൽ ഇത് ഒരു ചുരുണം പറഞ്ഞാൽ ഒരു 1000 ചില്ല വണ്ടി ഉന്തുവണ്ടി കച്ചവടക്കാർ, തെരുവച്ചവടക്കാർ, അത് പോരാത്ത കടയിൽ പണിയെടുക്കുന്ന 1000-1500 തൊഴിലാളികൾ, വോട്ടർമാർ, ഇവരൊക്കെ 10 ലക്ഷം 5 ലക്ഷം ഉറുപ്പ് എടുത്തിട്ട് ടോക്കൺ വാങ്ങി വീട് പണയം വെച്ചിട്ടും പൊന്ന് പണയം വെച്ചിട്ടും അച്ഛന്റെ അമ്മന്റെയും ഭൂമി പണയം വെച്ചിട്ടൊക്കെയാണ് ഇവിടെ അധികം ആൾക്കാരും ഈ സ്ഥാപനം നടത്തുന്നതും വോട്ടർ പണി വാങ്ങുന്നതും. ഇത് അങ്ങോട്ട് കൊണ്ടുവരുന്ന കോർപ്പറേഷന്റെ ഒരു അഹങ്കാരമാണ്. കോർപ്പറേഷൻ ചെയ്യുന്ന തെമ്മാടത്തെന്ന് ഞാൻ ഇതിന് പറയുള്ളൂ. കോർപ്പറേഷൻ ഇവിടെ തന്നെ ഇത് പൊളിച്ച് നന്നാക്കാൻ തന്നെ ഇതിന്റെ ഒരു നല്ലൊരു ഭാഗം കല്ലത്താങ്കടവിലില്ല. ഇത് പ്രൈവറ്റ് കോർപ്പറേറ്റ് കമ്പനി ആയിട്ടുള്ള കോർപ്പറേഷന്റെ അഴിമതി കളിയാണ്. അഴിമതി തന്നെ ഇതിന്റെ ബയ്യിൽ വേറെ ഒന്നല്ല. അല്ലെങ്കിൽ തൊഴിലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഈ ഇവിടെയുള്ള കച്ചവടക്കാരുടെ സ്നേഹം ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ എന്ത് ചെയ്യണം? ഇതന്നെ പുതുക്കി പണിഞ്ഞിട്ട് ഇവിടെ നിലനിർത്തണം എന്നാണ് നമ്മൾ ആഗ്രഹം. ഇതിന് കൂടുതൽ അഴിമതി കളി തന്നെയാണ്. ഇത് കോർപ്പറേഷന്റെ അഹങ്കാരവും ഭരണത്തിന്റെ ഊങ്കും കേരളം ഭരിക്കുന്ന നമ്മൾ തന്നെ മറ്റേ കോർപ്പറേഷൻ ഭരിക്കുന്ന ഇതിന്റെ ദാണ്ഡമാണ് ഇവിടെ കളിക്കുന്നത്. കാരണം ഇവർക്ക് തൊഴിലാളികൾ ഇനി വേണ്ട, ഇവർക്ക് ഇനി കോർപ്പറേറ്റവും വലിയ വലിയ പണക്കാരാണ് ഇവർക്ക് വേണ്ടത്. പിന്നെ മുഖ്യമന്ത്രി തന്നെ അതിന്റെ ആളാണ്. അപ്പോൾ കോർപ്പറേഷന്റെ മേയറെല്ലാം ഡെപ്യൂട്ടി മേയറെല്ലാം എല്ലാവരും ഇവർക്കൊക്കെ കോർപ്പറേറ്റീവ് മതി. ഇവരെ കളിയേണ്ട അതാണ്. പാവപ്പെട്ട തൊഴിലാളി എവിടെ പോകും? ഇതിന്റെ ഒരു നല്ലൊരു ഭാഗം പൊന്നാരയാട്ട അവിടെ കൊള്ളൂല, അവിടെ കൊള്ളു. ഇത് പ്രൈവറ്റിനാണ്. പ്രൈവറ്റ് 35 കൊല്ലം കഴിഞ്ഞാൽ അത് കോർപ്പറേഷൻ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകും. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് നിലനിൽക്കണം. ഇവിടെ ഒരുപാട് തൊഴിലാളികൾ ഇത് കഷ്ടപ്പെട്ടിട്ട് ആയിരക്കണക്കിൽ കുടുംബം, മക്കളെ പോറ്റാനും മക്കളെ വിദ്യാഭ്യാസത്തിന്, സുഖമില്ലാത്ത അമ്മമാരെ അച്ഛന്മാരെ പോറ്റാൻ, ഇതിനൊക്കെയുള്ള തൊഴിലാളികൾ അവിടെ ഉള്ളത്. അല്ലാതെ താണ്ഡവം കളിക്കാനല്ല. കോർപ്പറേഷനിലെ മേയർമാർക്കും ഡെപ്യൂട്ടി മേയർക്കും അതിനുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഓർക്ക് ഒരുപാട് കിട്ടാണ്ട് ഓർക്ക് ഇതൊന്നും അറിയുന്നില്ല. ഓർക്ക് തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ് വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ തൊഴിലാളികളെ അടിച്ചമർത്തുന്ന ഒരു രീതിയിലാണ് ഇപ്പം ഈ ഇടതുപക്ഷ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ കോർപ്പറേഷനിലെ സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നഗരം വളരുന്നതനുസരിച്ച് പുതിയ സൗകര്യങ്ങളിലേക്ക് മാറണ്ടേ ഈ മാർക്കറ്റൊക്കെ? നഗരം വളരുന്നതനുസരിച്ച് പുതിയ സൗകര്യം വരണം. ഇവിടെ ഇതിന്റെ മുന്നേ നമ്മളെ വേങ്ങേരി ഒരു മാർക്കറ്റ് കൊടുന്നു. എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് കോർപ്പറേഷൻ ഈ വ്യാപാരികളെ കൊണ്ടുപോയില്ല? അന്ന് കോർപ്പറേഷൻ എന്തുകൊണ്ട് ഈ വ്യാപാരികളെയും കച്ചവടക്കാർ അങ്ങോട്ട് കൊണ്ടുപോയില്ല? അപ്പൊ കോർപ്പറേഷനിക്ക് ലാഭമില്ലാത്തതിനെ കൊണ്ടാണ് അതൊക്കെ കൊണ്ടുപോകാഞ്ഞത്. കാരണം നഗരം ഭരണമുണ്ട്. ഇവിടെ പുതിയ സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിൽ നിന്നും ഇവിടുന്ന് സാധനം എടുത്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു കച്ചവടക്കാരന് പുറനാട്ടിൽ നിന്ന് വന്നിട്ട് എടുത്തിട്ട് ആ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ കൂലിച്ചെലവില്ലാതെ അവനിക്ക് അവന്റെ നാട്ടിലെത്താം. അല്ലാതെ ഇത് കല്ലത്താങ്കടവുന്ന് 50 ഉറുപ്പ് ഓടിച്ചു കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇവിടുന്ന് വേറൊരാൾ കയറ്റണം, ഇവിടെ അവിടുന്ന് ഒരു ആൾ കയറ്റണം, ഇവിടുന്ന് ഒരാൾ ഇറക്കണം. ഒരുപാട് ചെലവ് തന്നെയാണ്. ഇതൊക്കെ നിത്യോപയോഗ സാധനം വാങ്ങുന്നവർക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് വരും ഈ ഇവിടുന്ന് മാർക്കറ്റ് പോയാൽ. ഇതുകൊണ്ടാണ് നഗരം വികസനം വന്നോട്ടെ, അതിനനുസരിച്ച് ചെലവിൽ കണ്ടെത്തണം. ഇതന്നെ ഇവിടെ പുതുക്കി പണിഞ്ഞാൽ മതിയല്ലോ, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് പുതുക്കി പണിയാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ മുതലാളിമാർ ഇതിന് കൂടുതൽ വാടകയും കൊടുക്കാൻ തയ്യാറാണ്. ഈ ഭൂമി നിലനിർത്താനും ഇത് ശുചീകരിച്ച് കൊണ്ടുപോകാൻ ഇവിടുത്തെ തൊഴിലാളികളും മുതലാളിമാരും തയ്യാറാണ്. അതാണ് സത്യം, അത് തന്നെയാണ് സത്യം. കണ്ടമാനമുണ്ട്. ഞാൻ 40 കൊല്ലം മേലെയായി ഞാനിവിടെ കച്ചവടം ചെയ്യുന്നു. ഇവിടെ കൊണ്ട് തന്നെ ജീവിക്കുക. അപ്പം നേരത്തെ ഒരു മറ്റേ വേറെ ആൾ പറഞ്ഞ മാതിരി ഇവിടെ ഗതാഗതക്കുരുക്കുണ്ടല്ലോ എന്ന്. ഇവിടെ ഗതാഗതക്കുരുക്കുന്ന രാവിലെ കുറച്ച് സമയങ്ങളിൽ ലോഡ് ഇറക്കി ചരക്ക് കയറ്റി പോണ ആ സമയം അതൊരു 8 മണിയാകുമ്പോഴത്തേക്ക് 8-8:30 മണിയാകുമ്പോഴത്തേക്ക് കഴിയും. എന്നാലും വണ്ടികളൊക്കെ വോട്ടർമാർ തന്നെ സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ലോറി വരുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്ലോക്ക് വരും. അത് സാധാരണ വലിയ വണ്ടി 10 വീല് 12 വീല് വണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ വോട്ടർമാർ ഇവിടുത്തെ നമ്മളെ ഉന്തുവണ്ടി കച്ചവടക്കാരൊക്കെ സഹകരിച്ചിട്ട് അത് ആ ബ്ലോക്കൊക്കെ തീർത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് സാറന്മാർ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാലേ അറിയാൻ പറ്റൂ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർ പറയും എന്താ പറയുക,
ഇതിപ്പോൾ ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി കളവ് പറയാമെന്ന്. ഇതൊക്കെ നഗ്നമായ സത്യങ്ങളാണ്. നമുക്ക് വന്നാലറിയാം, ഇവിടെ വന്ന് നോക്കിയാലറിയാം. ഇവിടെ പല രീതിയിലും ജീവിക്കുന്നത് സാറേ. ഈ എന്താ വെച്ചാൽ പപ്പടം വിറ്റിട്ടാണെങ്കിലും സർബത്ത് വിറ്റിട്ടാണ്, ചായ വിറ്റിട്ടാണെങ്കിലും നമ്മളതിൽ ഉന്തുവണ്ടി കച്ചവടമൊക്കെ എത്രയാണെന്നറിയോ പോട്ടർമാർ ആയിരക്കണക്കിന്. സാറേ ഒരു വീട്ടിൽ 4 പേരെ കണക്കൂട്ടി ഞങ്ങൾ എത്ര ആൾക്കാരെ ജീവിക്കണേ? അതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാവുമല്ലേ. അതിപ്പോൾ നമ്മൾ തൊഴിലെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടാൻ എൻ്റെ വേദന അറിയുള്ളൂ. അല്ലാത്ത ആർക്കും വേദന അറിയില്ല. കഷ്ടപ്പാടിൻ്റെ വേദന അറിയുന്ന സാറേ. ഒരിക്കലും നിങ്ങളെ മാതിരിയുള്ള മീഡിയക്കാരും പത്രക്കാരൊക്കെ നമ്മൾ സഹായിക്കണം. നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾ സഹായിച്ചാലാണ് നമ്മൾ നിലനിന്ന് പോവുക. നമുക്ക് നമ്മൾ മുറവിളി കൂടുന്നതിന് കണക്കുണ്ടല്ലോ, പരിധിയുണ്ടല്ലോ. നിങ്ങളെപ്പോലുള്ള മീഡിയക്കാർക്ക് തീർച്ചയായിട്ടും കഴിയും. അത് നമ്മൾ സഹകരിക്കണമെന്നൊരു അപേക്ഷ പറയാണ്. മാറുന്നതിനെ പറ്റി നമുക്ക് പ്രശ്നമുണ്ട്. നമുക്ക് മാറുന്ന ഇഷ്ടമല്ല. നമുക്ക് ഇവിടുന്ന് അവിടെ ജീവിക്കുന്ന മാതിരി കല്ലത്തം കടവിലൊന്നും പോയി ജീവിക്കാൻ പറ്റൂല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളവിടെ നേടിയെടുത്തത്. പിന്നെ നമ്മളോട് അവിടുന്ന് മാറണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കൂല. നമ്മൾ മരിച്ചു പോവുക എന്നല്ലാതെ നമ്മൾ മാറൂല. പുതിയ സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് പുതിയ സ്ഥലത്ത് അതിനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ടാ വെറുതെ എന്തിനാണ് അവിടെ പോകേണ്ട ആവശ്യം? നമ്മള് കഷ്ടപ്പെട്ടത് പാളയത്തിന് വേണ്ടിയല്ലേ. പാളയം തന്നെ ഞങ്ങൾക്ക് നന്നാക്കി തന്നാ പോരെ. ഇത്രയും കുടുംബങ്ങൾ എവിടെ പോയി നിൽക്കാനാ? എന്തോ കച്ചവടം ചെയ്യുന്നതാണ്? ഞാൻ പപ്പടം കച്ചവടം കുറെ വർഷമായിട്ട് അവിടെ തന്നെ അവിടെ തന്നെ. അതുകൊണ്ട് നമുക്ക് പാളയത്തിൽ നിന്ന് മാറാന് ഇഷ്ടമല്ല. മാറൂല നമ്മള്. ചേച്ചി എന്ത് കച്ചവടം ചെയ്യുന്നത്? എനിക്ക് പപ്പടത്തിന്റെ കച്ചവടമാണ്. പക്ഷെ ഞാൻ 17 വർഷമായി അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്ന് ഒരു മാർക്കറ്റ് പോയ ഞങ്ങളൊക്കെ ജീവിതം പോയ മാതിരി തന്നെയാണ്. അപ്പൊ അത് നിലനിർത്തണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യം. അതിനു വേണ്ടി ഞങ്ങൾ എത്രത്തോളം പോരാടാൻ കഴിയും വെച്ചാൽ പോരാടും. എന്താണ് അവിടുന്ന് പോയാൽ എന്താണ്? അവിടുന്ന് പോയാലും എന്നാൽ അത്ര കച്ചവടം അവിടെ കിട്ടൂല. അവിടെ കിട്ടുന്ന മാതിരിയുള്ള കച്ചവടം ഒന്നും അവിടെ കിട്ടൂല. ഇവിടെ എന്ന് പറഞ്ഞാല് മിഠായിത്തെരുവ്, വല്യങ്ങാടി എല്ലായിടത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ കച്ചവടത്തിന് എത്തും. അതേമാതിരി അവിടെ കച്ചവടത്തിന് എത്തൂല്ല. പിന്നെ അവിടെയാണെങ്കിൽ നമ്മൾ വലിയ ഈ വാടക ഇതൊന്നും കൊടുത്ത് ചെയ്യാനുള്ള ഇത് ഞങ്ങൾക്കില്ലാനും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെന്ന് ഞങ്ങൾ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഉള്ള റൂം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? റൂം തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടുത്തെ ഈ പ്രധാനമായും മുറികൾ വെച്ച് കച്ചവടം ചെയ്യുന്നവർക്കും അവിടെ മുറിയുള്ളൂ. ഈ വഴിയരികിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ഉണ്ടാവൂല. ഞങ്ങളൊക്കെ പുറത്താവൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ടുകൊടുക്കൂല. ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? നല്ല കച്ചവടം നടക്കുന്നു ഇവിടെ. അത്യാവശ്യം നല്ല കച്ചവടം തന്നെയാണ്. ഞങ്ങൾ മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള കച്ചവടമൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കച്ചവടം കൊണ്ട് തന്നെയാണ്. ആദ്യം എങ്ങനെയാ തുടങ്ങിയത്? നേരത്തെ വന്ന് ഇവിടെ കച്ചവടം തുടങ്ങുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ? 17 വർഷം മുന്നേ ഞാൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്യട്ടെ. അപ്പോൾ യൂണിയന്റെ ആൾക്കാരൊക്കെ ഇതായിക്കോളാൻ പറഞ്ഞ് യൂണിയനിൽ മെമ്പർഷിപ്പൊക്കെ തന്ന് അവിടെ കച്ചവടം ചെയ്യാനുള്ളത് കിട്ടി. പിന്നെ അങ്ങനെ കച്ചവടം ആയത്. അവിടെ മാറാൻ തയ്യാറല്ല. എത്ര വേണം പോരാടി നിൽക്കാൻ തന്നെയാണ്. എന്താണ് ഈ മാറാൻ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഈ തൊഴിൽ മേഖല മാറിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ്. പല സെക്ഷനിലുള്ള തൊഴിലാളികളുണ്ട്. ഫുട്പാത്ത് കച്ചവടക്കാര്, വ്യാപാരികള്, വീട് തൊഴിലാളികള്, ഒരു 5000-ൽ പരം തൊഴിലാളികളുണ്ട്. ഇതൊരു പ്രത്യേക മേഖലയാണ്. ഇതിനോടനുബന്ധിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ പല ആളുകളും വെച്ചാൽ തൈര് കച്ചവടം, പൂ കച്ചവടം, പിന്നെ ബേക്കറി, ഹോട്ടലുകൾ, പാളയത്തിനോടനുബന്ധിച്ചുള്ള പല മേഖലയും ഇതോടുകൂടി നഷ്ടപ്പെട്ടു പോകും. ഇത് ഭരണകൂടം ഒന്ന് ചിന്തിക്കുക വേണം. ഇത് നവീകരിക്കുക, എന്നിട്ട് അവിടെ തന്നെ നിലനിർത്തുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യാറുള്ളത്. എന്താണ് നിങ്ങളുടെ ആശങ്ക? എന്നാണിത് പുതിയ ആധുനിക സജ്ജീകരണങ്ങളുള്ള മാറുന്ന നഗരത്തിന്റെ മുഖമൊക്കെയായിട്ടാണ് പുതിയ കെട്ടിടം വരുന്നത്. അങ്ങനെയാണ് കോർപ്പറേഷൻ പറയുന്നത്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള അത്ര ആ സൗകര്യത്തിൽ അവിടെ അത്ര സൗകര്യമുള്ളതായിട്ട് കാണുന്നില്ല. കാരണം ഒന്നാമത് വെച്ചാൽ പച്ചക്കറി മാത്രം എടുക്കാനുള്ള ആളുകളല്ല വരുന്നത്. പല മേഖലയിലും ആളുകൾ 3 മണിക്ക് തന്നെ മാർക്കറ്റ് സ്റ്റാർട്ടാവുക. പല മേഖലയിലും പല ആളുകളും വരുന്നുണ്ട്. ഇവര് പച്ചക്കറി മാത്രമല്ല, പച്ചക്കറി, ഫ്രൂട്ട്സ്, അതോടനുബന്ധിച്ചിട്ട് പല ഐറ്റം സാധനങ്ങളും അത് സ്വരൂപിച്ചിട്ട് പോകാനുള്ള ആളുകളാണ് വരുന്നത്. പാളയം പച്ചക്കറി മാർക്കറ്റ് മാത്രം മാറിയത് കൊണ്ട് കച്ചവടം നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിലേ കച്ചവടം പല ഭാഗത്തും ആയിപ്പോയി.
അപ്പൊ ഇത് ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് മാറിക്കഴിഞ്ഞാൽ ഉള്ള കച്ചവടം പരിപൂർണമായിട്ട് ഇല്ലാതാവുള്ളൂ. മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ പ്രക്ഷോഭത്തിലാണ് കച്ചവടക്കാർ. നമുക്കൊപ്പം കച്ചവടക്കാർ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇത് എതിർത്തുകൊണ്ടിരിക്കുന്നത്? നഗരസഭ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ മാർക്കറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട്. ഇതിൽ കച്ചവടക്കാരും ഫുട്പാത്ത് തൊഴിലാളികൾ, ഫ്രൂട്ട്സ് കച്ചവടക്കാർ, ചുമട്ട് തൊഴിലാളികൾ, പീഡിയ തൊഴിലാളികൾ, അങ്ങനെ എല്ലാ തുറകളിലും ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ഒരു വിഭാഗങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ചിട്ടില്ല. 2009 ഒരു തർക്കല്ലിടുന്ന സമയത്ത് ഞങ്ങളെ കോർഡിനേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിലെ ട്രേഡ് യൂണിയനും കച്ചവടക്കാരെ ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങളൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ വിളിച്ചിട്ടില്ല. ഞങ്ങൾ പത്രമാധ്യമങ്ങളിലും നിങ്ങളെപ്പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ അറിയാൻ സാധിച്ചത്. പിന്നീട് അറിഞ്ഞതിന് ശേഷം ഞങ്ങളതായ ഒരു സംവിധാനത്തിൽ നിന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾ ഇതിന്റെ ഇതിന്റെ നിയമം എങ്ങനെയാണ് ഇതിന്റെ സംവിധാനം എന്നുള്ളതിലേക്ക് ഞങ്ങൾ എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അന്ന് മുതൽ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണേ, ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്തണം, ആധുനിക സംവിധാനത്തോടു കൂടി ഞങ്ങൾ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പല മെമ്മോറണ്ടങ്ങളും നിവേദനങ്ങളും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക്, അന്നത്തെ ഭരണാധികാരികൾക്കും ഇന്നുള്ള ഭരണാധികാരികൾക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ ചിലപ്പം പല വാഗ്ദാനങ്ങളും അവർ പുറമെ നൽകുന്നുണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകുന്നതെന്നല്ല, ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റ് ഈ 10-60 വർഷമായി ഇവിടെ ഉപജീവനം കഴിക്കുന്ന കച്ചവടക്കാരും തൊഴിലാളികളാണ്. ഇവിടെ ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിന് മാത്രമല്ല അനുബന്ധ മേഖലയിലെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ഇത് നഷ്ടപ്പെടും. 5000-ഓളം തൊഴിലാളികളും കച്ചവടക്കാരും അടങ്ങുന്ന ഒരു മെമ്മോ ഞങ്ങൾ ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇവരെ ഈ വികാരം വെച്ചിട്ട്. അപ്പോൾ ഇത് കോഴിക്കോട് കോർപ്പറേഷൻ മറ്റെന്തോ ചില ദുരുദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് അവർ ഇതിനെ ഇറങ്ങി തിരിച്ച്. ഞങ്ങൾ പറയുന്നത് ഈ മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പോൾ ഏതറ്റം വരെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് അത് നടപ്പിൽ വരുത്തുന്നവരെ, ഈ തീരുമാനം ഒരു പുനഃപരിശോധിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ മുമ്പന്തിലുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കുടുംബങ്ങളെ അടക്കമായിരിക്കും ഞങ്ങൾ ഇതിന് മുമ്പിൽ വന്നിരിക്കുക. അത് ഞങ്ങൾ ഇവരെന്ത് കുതന്ത്രം ഉപയോഗിച്ചാലും എന്ത് മറ്റ് രീതിയിലുള്ള പ്രവർത്തനം ഭരണാധികാരികളുടെ മുമ്പിൽ അവർ ഉന്നയിച്ചാലും അതിൽ നടപ്പിൽ വരുത്തിയാലും ഞങ്ങൾ അതിൽ പിൻമുഖട്ടില്ല. ഞങ്ങൾ ഉറച്ച നിലപാടിലാണ് ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്തണം എന്നുള്ളത്. പാവപ്പെട്ട കുറേ കച്ചവടക്കാരും തൊഴിലാളികളും ഉണ്ട്. ഇവരെന്തുകൊണ്ടത് ശ്രദ്ധിക്കുന്നില്ല? ഇവർ എന്താണ് ഇവർക്ക് ആവശ്യമാണ്? നഗരവികസനം എന്ന് പറയാൻ അതല്ലാതെ ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ചല്ലേ നേതാക്കന്മാർ, എന്തിനു വേണ്ടി നഗരവികസനം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് ഒന്നായിട്ട് പട്ടിണിയായിട്ടാണോ നഗരവികസനം ഇവർ നടത്താൻ പോകുന്നത്? അത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഉറച്ച ഒരു നിലപാടായി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. എന്റെ ലക്ഷ്യം ആകർഷണമുണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. ഇത് ഗുജറാത്തിലെ ഒരു പുരോഗമനവും എത്താത്ത സ്ഥലങ്ങളാണ്. അതുമാത്രമല്ല, അവർക്കതിനുള്ള മിടുക്കും ഉണ്ടായിരുന്നില്ല. ഇത് വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഒരു പ്രധാന പ്രതീകമാണ്. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി ഈ കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ മുറികളൊക്കെ ക്രമീകരിക്കുന്നുണ്ടെന്നാണ് മേയർ പല തവണയായി പറഞ്ഞത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല? അത് ഒരിക്കലും നമുക്ക് അവിടെ പോയി ശരിക്കും അവിടെ അന്വേഷണം നടത്തുകയോ അവിടെ പോയിട്ട് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടുത്തെ സിസ്റ്റം എന്താണെന്നുള്ളത്. എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത്? എവിടേക്കാണ്? വെള്ളത്തിലേക്കാണ് കൊണ്ടുവന്നത്. എന്താണ് അവിടെ? ഏതാണ് ഒരു കനാലാണ് അതിലെ പോകുന്നത്? അവിടേക്ക് ഞങ്ങൾ ഈ പച്ചക്കറി മാർക്കറ്റ് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒരിക്കലും എല്ലാത്തിനും ഞങ്ങൾ എതിർത്തും കൊണ്ടേ നിൽക്കും. ഞങ്ങൾ സമരപരിപാടിയായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഞങ്ങളെ മാർക്കറ്റ് ഇവിടെ നിലനിർത്തണം. അതിനുവേണ്ടി ഞങ്ങളെ മുഴുവൻ തൊഴിലാളികളും
പിന്നെ വ്യാപാരികളും ഫുട്പാത്ത് കച്ചവടക്കാരും അതിനുവേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ സമരത്തിന്റെ മുന്നിലും ഈ അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ ഞങ്ങൾ ഒരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന്റെ നിന്നുകൊണ്ട് ഈ കോർഡിനേഷൻ സംരക്ഷണ സമിതി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സമരത്തിനും ഇനി കുടുംബങ്ങളെ ഞങ്ങൾ കൊണ്ടുവരുന്ന കണ്ട് ഇരുത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ മുന്നിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തിനും എല്ലാ ചുക്കാൻ പിടിക്കുകയും ഈ സംരക്ഷണ സമിതി കോഴിക്കോട് കോർപ്പറേഷന്റെ മുന്നിൽ അധികാരി എന്ന് കണ്ണു തുറക്കുന്നു അന്ന് ഞങ്ങൾ നടത്തും സമരം, നിർത്തും ഞങ്ങൾ സമരം. ഞങ്ങൾ ഒരൊറ്റക്കെട്ടായി ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ തൊഴിലാളികൾക്കും ഞങ്ങളെ വ്യാപാരികൾക്കും ഞങ്ങളെ ഫുട്പാത്ത് കച്ചവടക്കാർക്കും ഒരിക്കലും അവിടെ പണിതെടുക്കാനോ തൊഴിലെടുക്കാനോ പറ്റാത്ത സാഹചര്യമാണ് അവിടെ എടുക്കുന്നത്. ഒരു വണ്ടി പോലും നേരെ തിരിച്ച് അവിടേക്ക് പോകാനുള്ള സംവിധാനം ഇതുവരെ അവിടെ ഉണ്ടാവുകയില്ല. ഈ സംവിധാനം ഇവിടെ നിലനിർത്തിക്കാണ്ട് മാർക്കറ്റ് നിലനിർത്തിയിട്ട് ഏതിനു വേണ്ടി പ്രവർത്തിക്കാനും ഏതിനും ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ചെയ്യും. അല്ല, ഇതിപ്പം നിങ്ങൾക്ക് ഈ കരാറുകൾ അല്ലെങ്കിൽ മുറികൾ എങ്ങനെ കിട്ടും, എത്രയാണ് തുക, അതൊരു സ്വകാര്യ സംരംഭകരാണ് ആ പദ്ധതി അവിടെ വികസിപ്പിക്കുന്നു പറയുന്നു, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തതയുണ്ടോ ഇപ്പോഴും? അതിനെപ്പറ്റി ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം ഞങ്ങൾ ഈ മേഖല കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നത് കോർപ്പറേഷന്റെ അധീനതയിലുള്ള 147 കടക്കാരെ പാളയത്തിന് കല്ലുത്താങ്കടവിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് 147 കച്ചവടക്കാരല്ല, അതിലധികം 147 കച്ചവടക്കാരെ പുറമെ 200ഓളം കച്ചവടക്കാർ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്, അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇവരെ കൂടി കല്ലുത്താങ്കടവിലേക്ക് മാറ്റാതെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചില്ല. അവിടുത്തെ വാടക നോക്കിയില്ല, അവിടെ ഉണ്ടാക്കുന്ന റൂമിന്റെ കാര്യം നോക്കിയില്ല, ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ഈ മേഖല ഇവിടെ തന്നെ നിലനിർത്തണം, അതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടല്ല. ഞങ്ങളോട് കോർപ്പറേഷൻ ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. കച്ചവടക്കാരെന്ന നിലക്കോ കോർഡിനേഷൻ കമ്മിറ്റി എന്ന നിലക്കോ കോഴിക്കോട് കോർപ്പറേഷൻ ഇതുവരെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അത് ഇതിന്റെ മുന്നേ ഇതേപോലെ ഞങ്ങളൊരു സമരപരിപാടി ഉണ്ടാക്കിയപ്പോൾ ആ സമരം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് നേരിട്ടിട്ട് ഞങ്ങൾ കച്ചവടക്കാർക്കും ഈ സംഘടന എല്ലാ തൊഴിലാളി സംഘടന ഉൾപ്പെടുന്ന കോർഡിനേഷൻ കമ്മിറ്റി നല്ല നിർദ്ദേശം കോഴിക്കോട് കോർപ്പറേഷന് കൊടുക്കും. അത് ഞങ്ങളോട് ചോദിക്കണമെങ്കിൽ അവർ ഞങ്ങൾ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഉപാധികൾ പറഞ്ഞു കൊടുക്കും. ഈ ഇപ്പൊ സമരത്തിൽ തന്നെയുള്ള പല ആളുകളുടെയും സംഘടനകളൊക്കെ തന്നെയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതും നാട് ഭരിക്കുന്നതുമൊക്കെ. പക്ഷെ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ലേ ഈ സംഘടനകൾക്കൊന്നും? ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇത് ജീവിത പ്രശ്നമാണ്. ഇതിലുള്ള എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് രാഷ്ട്രീയമല്ല വലുത്, ജീവിത പ്രശ്നമാണ്. ഇത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞിട്ടാണ് നിരവധി 5000-ഓളം ആളുകൾ പട്ടിണി കിടന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് ഈ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത് ഈ സമരം നമ്മളൊരു കോർഡിനേഷൻ കമ്മിറ്റി ഇല്ലേ, അപ്പം വേറിട്ടിട്ട് ഒരു ചർച്ചയില്ലല്ലോ. കോർഡിനേഷൻ കമ്മിറ്റിയെ വിറ്റി അതിനുത്തമമായ ഒരു എന്താ പറയാ ഒരു ഇതിലേക്ക് എത്തുക, നമ്മൾ രമ്യമായി പരിഹരിക്കുക. ആ പരിഹാരത്തിന് നമ്മളെപ്പോഴും ഈ സമരത്തിൽ കൂടെ. അല്ല, എന്താണ് ഈ പൗരാണികമായ പല കെട്ടിടങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു പ്രവണത ലോകത്ത് പലയിടങ്ങളിലും ഉണ്ട്. അപ്പം അങ്ങനെ സംരക്ഷിക്കണമെന്നൊരു ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഈ പാളയം മാർക്കറ്റ് അതേ രീതി ആണല്ലോ. ഇപ്പം പിന്നെ മത്സ്യ മാർക്കറ്റ് കണ്ടില്ലേ നിങ്ങൾ, പൗരാണികമായിട്ട് മിഠായി തെരുവ്, അതുപോലെ തന്നെ എല്ലാ സംഗതികളും അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അതുപോലെ അവിടെ നിലനിർത്തണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പൗരാണികമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടോ ഈ നിലനിർത്തുക, പല മിഠായി തെരുവ് പഴയ രീതിയിൽ പുതുമയോടുകൂടി നിലനിർത്തി മത്സ്യ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഈ പാളയം മാർക്കറ്റ് അങ്ങനെ ഒരു പൗരാണിക കെട്ടിടമായി മാറ്റണോ? ഈ യുനെസ്കോയുടെ ഒക്കെ അംഗീകാരം കിട്ടിയ നഗരമാണ് കോഴിക്കോട്. ഇത് ഈ നഗരത്തിന്റെ ഒരു മുഖച്ഛായാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ്. അത് പൈതൃകമായിട്ട് തന്നെ നിലനിർത്തിയാലേ ഈ നഗരത്തിന്റെ ഒരു മഹിമ നിലനിർത്താൻ പറ്റുള്ളൂ. വലിയങ്ങാടിയും സെൻട്രൽ മാർക്കറ്റും അതുപോലെ മിഠായി തെരുവും പിന്നെ പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ നഗരത്തിന്റെ വാണിജ്യ മേഖലയാണ്. ആ മേഖലയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഈ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ ഒന്നായിട്ട് മാറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ പൈതൃകം നിലനിർത്താനും ഞങ്ങൾ ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനും തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനും അതിനുള്ള എല്ലാ സംവിധാനവും സാഹചര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അത് ഞങ്ങളായിട്ട് ചർച്ച ചെയ്താൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിലെ ഒരു നിർദ്ദേശം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഒരു ഇന്നത്തെ ആധുനിക ഈ ലോകത്ത് ഓരോ സ്കെച്ച് വരക്കാനും അതിനുള്ള എല്ലാ സംവിധാനമുള്ള വലിയ അതിനുള്ള എല്ലാ എഞ്ചിനീയർമാരും ഇപ്പം ഉണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്തുണ്ട്. ഇപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി അതിനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട്
ഈ നഗരത്തിലെ ജനങ്ങൾക്ക് അതും കൂടി ഉണ്ട്. പാളയം പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ നഗരത്തിലെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു വില കുറഞ്ഞ സാധനങ്ങൾ വരെ വാങ്ങാൻ പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതും കൂടി ഞങ്ങൾ കണക്കിലെടുക്കുന്നു. ഈ നഗരത്തിലെ പൊതുജനങ്ങൾ, ഈ നഗരത്തിലെ തൊഴിലാളികൾ, ഈ നഗരത്തിലെ കച്ചവടക്കാർ, ഇതൊക്കെ ഞങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം കൊടുക്കുന്നത്. അത് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾ അത് കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ദുരുദ്ദേശം അവരെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇത് ഈ സാധാരണ രീതിയിലുള്ള ഒരു മാർച്ചോ ധർണയോ ഒന്നല്ല. ഇത് ശക്തമായ നിലപാടിലേക്ക് പോകും. കാരണം അവര് കണ്ടില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. നമ്മൾ ശാന്തമായി ചെയ്യുന്ന പരിപാടി, പക്ഷെ അത് അവരെ കണ്ണ് തുറപ്പിക്കണം. നേരെ മറിച്ച് നാളെ ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെയാണ് ഭരണാധികാരികൾ പോകുന്നതെങ്കിൽ നമ്മൾ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് പോകും. അങ്ങനെ ഒരു പോരാട്ടത്തിൽ പോകാതെ ഒരു സംയുക്തമായ തീരുമാനത്തിലേക്ക് അവർ വരാം. അതാണ് നല്ലത്. ഭരണകൂടത്തിന് നമ്മൾ ആർക്കും എതിരല്ല, ഒരു ഭരണകൂടത്തിനും എതിരല്ല, ഒരു പാർട്ടിക്കും എതിരല്ല. നമ്മളിവിടെ ചെയ്യുന്നത് പൊതുജനങ്ങളുടെ നമ്മുടെ ജീവിത മാർഗമാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലെ 10,000-കണക്കിന് ജനങ്ങളാണ് നമ്മൾ ഈ ഇതുമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, സാധാരണക്കാർ. അവരുടെ ജീവിത മാർഗമാണ്. അതിന് അവർ കൺതുറക്കുക. നമ്മൾ ആർക്കും രാഷ്ട്രീയപരമായിട്ട് ഒരു എതിർപ്പുമില്ല. അതിന് അവരുടേതായ സ്വാർത്ഥത കാണിക്കരുത്. നമ്മുടെ അവസ്ഥകളെ ഒരു മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. അതിനാണ് ഇവരെല്ലാവരും രംഗത്ത് ഈ പതിച്ച വെയിലത്ത് ഇവർ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്, അല്ല ആർക്കും വേണ്ടിയിട്ട് കപ്പ് നേടാനല്ല, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടാണ്. ഞാനവിടെ പച്ചക്കറി മാർക്കറ്റിലാണ്. ഞാൻ 5-6 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരുമാനമാവും എന്നാണ് വിശ്വാസം. സംസ്ഥാനത്തിലെ ഏറ്റവും വില കുറവ് ഏത് സ്ഥലത്താ? താങ്കൾ തന്നെ പറയും. താങ്കൾ ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്ഥലത്തും പൾസ് അറിയുന്ന ആളുകളല്ലേ, നിങ്ങൾ പത്രക്കാരല്ലേ. ഇതില് ഈ കേരളത്തിൽ എവിടെയാണ് വില കുറവുള്ളത്? പച്ചക്കറി സാധനങ്ങൾ, ഫ്രൂട്ട്സ് സാധനം കോഴിക്കോടാ. എന്തുകൊണ്ടാണത്? അത് അവിടെ തന്നെ അറിയില്ല, ആളുകൾക്ക് വന്ന് സൗകര്യപ്രദമായിട്ട് വാങ്ങാനുള്ള സൗകര്യം. പിന്നെ വിലക്ക് മാറ്റങ്ങൾ വരുന്നത് ബൾക്കായിട്ടാണ്, ലോഡ് കണക്കിന് സാധനം വരുന്നത്. പകുതി സാധനങ്ങൾ ഹോൾസെയിലായിട്ട് പോകുന്നു, ബാക്കിയൊക്കെ റീറ്റെയിലാണ് വിൽക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്ന ഈ സാമൂഹ്യ പ്രവർത്തനത്തെ ഇല്ലാതാക്കരുത് എന്ന് മാത്രമാണ് ഇതുകൂടി പറയാൻ. കോർപ്പറേഷൻ ചോദിക്കുന്നത് പാളയം എന്തുകൊണ്ട് മാറിക്കൂടാ? നമുക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കണം, പാളയം എന്തുകൊണ്ട് മാറണം? എന്ത് ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളത്? സാധാരണ ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു പൈതൃകമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് പറഞ്ഞാൽ. ഏതൊരു സ്ഥലത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാബിൽ ഇപ്പോൾ കോഴിക്കോട് വരാനുള്ള പ്രധാന കാരണം അധികം ആളുകളും പറയും പച്ചക്കറി മാർക്കണം, വളരെ ചെറിയ രീതിയിൽ മെച്ചപ്പെട്ട വിലക്ക് വാങ്ങിക്കാനവിടെ പറ്റും. എന്തുകൊണ്ട് പാളയം മാറണം? അതാണ് തിരിച്ച് നമുക്ക് ഭരണകൂടത്തിനോട് ചോദിക്കാനുള്ളത്. നമ്മൾ മാറില്ല, ജീവൻ മരണ പോരാട്ടമാണ്. നിങ്ങളായാലും ഞാനായാലും ഏകദേശം ഒരു വീട് വാടകയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു സങ്കല്പം, ഒരു 10 വർഷത്തോളം ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് മാറാനുള്ള ഇതില്ല. കോടതി പോയി കഴിഞ്ഞാൽ തന്നെ ആ വാടക നിന്ന ആളുകൾക്കാണ് ആനുകൂല്യം കിട്ടുക. ഇപ്പൊ 60 വർഷമായിട്ട് പാളത്തിൽ നിരന്തരം ജോലി ചെയ്തിട്ടും കച്ചവടം ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്തുകൊണ്ട് മാറണം? പാളത്തിൽ നമ്മൾ മാറാൻ തയ്യാറല്ല. അത്യാധുനിക രീതിയിൽ അവിടെ മെച്ചപ്പെട്ട രീതിയിൽ കോർപ്പറേഷൻ ഒരുപാട് പൈസ കിട്ടുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരൊറ്റ നിലയിലാണ് പാളയം മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് മെച്ചപ്പെടുത്തിയിട്ട് മുകളിലൊക്കെ ആക്കിയിട്ട് ഓഫീസ് വാടക കൊടുത്ത് നല്ലൊരു വരുമാനം അതിന് തന്നെ ഉണ്ടാക്കാം. ഇവരുടെ ഉദ്ദേശം ആളുകളെ വയ്യാതരാക്കാനാണെങ്കിൽ അത് നമ്മൾ സമ്മതിക്കില്ല. അതെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ കോർപ്പറേഷൻ ഒരു വരുമാനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല നിർദ്ദേശങ്ങൾ നമ്മളായിട്ട് ചർച്ചയ്ക്ക് വരട്ടെ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. അവർക്ക് അറിയായിട്ടൊന്നുമല്ല, അവരുടെ ടാർഗറ്റ് വേറെയാണ്. അതിവിടെ നമ്മൾ അനുവദിക്കുക. അത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാക്കോടോ അല്ല നമ്മളിത് പറയുന്നത്. നമ്മളെ ആവശ്യം നമ്മളിവിടെ ജീവിക്കാം മരണം വരെ. ഇനി നമ്മളെ തലമുറ ഒന്നും ഈ പാളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ചാക്ക് പൊന്തിച്ചു കൊടുക്കാനോ തലയിൽ ചാറ്റാനുള്ള ആവതുള്ള ആളുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉള്ള ആളുകളെ നിലനിർത്തി പോട്ടെ. എന്താണ് കോർപ്പറേഷന് ബുദ്ധിമുട്ട്? അതാണ് നമുക്ക് മറുപടി കിട്ടേണ്ടത്. അത് ന്യായമായ ആവശ്യമാണ് നമ്മൾ ഇന്ന് ചെയ്ത സമാധാനപരമായ ചർച്ച. നല്ല തിരക്കുള്ള സമയങ്ങളിൽ രാവിലെയൊക്കെ വലിയ തിരക്കാണ്. വാഹനങ്ങൾ ഇറങ്ങുന്നു, ലോഡ് ഇറക്കുന്നു, കയറ്റുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ തിരക്കുണ്ടാവുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. അത് ശരിയാണോ? ഈ തിരക്കേറിയ റോഡാണ്, നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പ്രത്യേകത, മറ്റ് ഡിസ്ട്രിക്റ്റിൽ ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പാളയം മാർക്കറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി സമയങ്ങളിലാണ് വലിയ ലോറികൾ വരുന്നത്. അത് നിയന്ത്രിക്കാൻ അവിടെ പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് വരുന്നത് രാവിലെ 8 മണിക്കൊക്കെയാണ്. അതുവരെ അവിടെ നിയന്ത്രിക്കണം അവിടുത്തെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്, തൊഴിലാളികളും അവിടുത്തെ വ്യാപാരികളാണ് അത് നിയന്ത്രിക്കുന്നത്. ഇന്നവരെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അവിടെ നല്ല നിർദ്ദേശം നമ്മൾ കസ്ബ സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു സമയം വരെ തിരക്കുണ്ടാവുന്ന സമയം 1 വേ ആക്കുക. ഒരു 2 പോലീസുകാരെ നല്ല നേരത്തെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതൊന്നും വലിയ സംഭവമല്ല. അങ്ങനെയാണ് ഹൈലൈറ്റ് മാളൊക്കെ അടിച്ച് പൊളിച്ച് മാറ്റട്ടെ.
ഹൈലൈറ്റ് മാളിന്റെ മുന്നിൽ നിങ്ങൾ തിരക്ക് നിങ്ങൾ കാണണല്ലോ, നിങ്ങളൊക്കെ ആ വഴിക്ക് യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. മാളിന്റെ മുന്നിലുള്ള തിരക്കെന്താ? ഇത് ജീവിക്കാനുള്ള ഇതാണ്, അല്ലാതെ നമ്മൾ ആഘോഷിക്കാനോ പർച്ചേസ് ചെയ്യാനോ കണ്ട സാധനങ്ങൾ വാങ്ങാനോ ഒന്നും പോകണല്ല. നിത്യോപയോഗ സാധനം ഇവിടെ 2021 കൊറോണ ബാധിച്ച സമയത്ത് കോഴിക്കോട് കലക്ടർ നമുക്ക് തന്ന നിർദ്ദേശം പൂട്ടിയാൽ നിങ്ങളുടെ പേരിൽ കേസുണ്ടാവുന്ന, മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അടയ്ക്കാനാണ് നിർദ്ദേശമെങ്കിൽ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പൂട്ടിയാൽ നിങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാവുന്ന പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യുന്ന സേവനം അങ്ങനത്തതാണ്. നിത്യോപയോഗ സാധനം പച്ചക്കറി ഒന്നും ഐസിട്ടിൽ വെക്കാനൊന്നും പറ്റൂല, അത് അന്നാന്ന് വിറ്റ് കാലിയാക്കണം. കോഴിക്കോടിന്റെ പൈതൃക മാർക്കറ്റ് ഏത് മേഖല എടുത്തോളി. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിഗ് ബസാർ ഉണ്ട്, വലിയങ്ങാടി, മീ മാർക്കറ്റ്, ഇതൊക്കെ നേരത്തെ തീരുമാനം എടുത്താൽ അത് ശക്തമായ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെ നിലനിന്നത്. അതേമാതിരി നമ്മൾ ഇത് ഇവിടെ നിലനിർത്താൻ വേണ്ടി ജീവമരണ പോരാട്ടം നടത്തുന്നതിനാണ് നമുക്ക് ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ പറയാനുള്ളത്. മറിച്ചൊരു അഭിപ്രായമില്ല. ഈ മാർക്കറ്റ് ഈ കൊറോണ കാലം ഒരു 13 ദിവസം ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. 13 ദിവസം അടച്ചപ്പം തന്നെ ഈ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട മുതലാളിമാരൊക്കെ ഈ നഗരത്തിന്റെ അകത്തും പുറത്തും മറ്റു മേഖലകളിൽ പോയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ആ കച്ചവടം ഒന്ന് ദൈനംദിനം വർദ്ധിച്ചിട്ട് അവിടെ വരുന്നതുകൊണ്ട് ഈ മാർക്കറ്റ് ഓരോ ദിവസം തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുക. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് എന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിനെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലത്തം കടയിലേക്ക് ഇവർ മാറ്റുന്നത്. ഇത് കൃത്യമായ ഒരു കോർപ്പറേറ്റ് വൽകൃത സംഭവമാണ്. കാരണം അവരെ കച്ചവട താല്പര്യം മാത്രമാണ് ഇതിന്റെ മുന്നിലുള്ളത്. ഇവിടെ നന്ദിഗ്രാമിലും സിംഗൂരിലും നടപ്പിലാക്കിയ അതേ നിലവാരത്തിൽ വലിയൊരു സമൂഹത്തിനെ കുടിയിറക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെതിരെയാണ് നമ്മുടെ പ്രക്ഷോഭം പ്രതിഷേധവും. ഇവിടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ആ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഏറ്റവും വലിയ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ സംരംഭങ്ങൾ ഇവർ നടപ്പിലാക്കുന്നത്. ഈ കല്ലത്തം കടവിലേക്ക് ഒരു സ്വകാര്യ കമ്പനിക്കാണ് ഇവർ ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് കുടിയൊഴിപ്പിച്ച് കഴിഞ്ഞാൽ വലിയൊരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണ് ഇത് വിൽപ്പന നടത്താൻ പോകുന്നത്. ആ ധാരണ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കുടിയിറക്കൽ. ഇതിന് എന്ത് വില കൊടുത്തിട്ടും ഇവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും നേരിടുക തന്നെ ചെയ്യും. അതിന് മരണം വരെ സമരം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. മാർക്കറ്റ് മാറ്റാനുള്ള നീക്കത്തിന് പിന്നിൽ ദുരൂഹമായ താൽപര്യങ്ങളെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തീരുമാനം ഉപേക്ഷിക്കും വരെ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് തീരുമാനം. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് വെറും ഒരു ശില്പമാകരുത്, ഇതിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്.